Watch India's largest kids library only on Jio Hotstar. Download the app now. ഡോക്ടർ ജഡ്ക വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. മോട്ടുവിന് സമൂസയോടുള്ള ആർത്തി ദിവസം തോറും കൂടി വരികയാണ്. അവൻ 24 മണിക്കൂറും സമൂസയെ കുറിച്ചല്ലാതെ വേറൊന്നും ആലോചിക്കുന്നില്ല. അവൻ ഉറക്കത്തിൽ പോലും സമൂസയാണെന്ന് കരുതി എന്റെ മൂക്ക് കടിച്ചിരുന്നു. പാവം എന്റെ മൂക്ക്. അവന്റെ സമൂസയോടുള്ള ആർത്തി എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി തരണം. എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത്രേ ഉള്ളൂ കാര്യം. ഈ പ്രശ്നമൊക്കെ ഞാനിതാ ഈ ഒരൊറ്റ മരുന്ന് കൊണ്ട് ശരിയാക്കി തരാം. ഇതാ ഈ കുപ്പി പിടിക്ക്. ഇതിന്ന് ഒരു ഗുളിക എടുത്ത് മോട്ടുവിന്റെ വായിൽ ഇട്ട് കൊടുത്താൽ മതി. അവൻ സമൂസയെ മറക്കുന്ന മാത്രമല്ല, സമൂസ എന്താണെന്ന് പിന്നെ ജീവിതത്തിൽ ഓർക്കുക പോലുമില്ല. സത്യാണോ? ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ മോട്ടുവിന് സമൂസയോടുള്ള ആർത്തി നിൽക്കുമെന്നോ? താങ്ക് യു ഡോക്ടർ ജഡ്ക. മോട്ടു എപ്പോഴാണ് അവ വരിക? ഞാൻ നിനക്കൊരു ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സമൂസയുടെ ടേസ്റ്റ് ആണ്. സമൂസയുടെ ടേസ്റ്റോ? വേഗം തരൂ. സമൂസ പോലെയുള്ള ഗുളികയോ? ഒരു ഗുളിക കഴിക്ക്, എന്നിട്ട് സമൂസയുടെ ടേസ്റ്റ് ആസ്വദിക്കേ. വായി തുറക്ക്. സമൂസ ഇന്ന പിടിച്ചോ. സബാഷ്. അല്ല മോട്ടു, നീ പറഞ്ഞിരുന്നില്ലേ സമൂസ കഴിക്കാൻ പോവാന്ന്? സമൂസയോ എന്ന് വെച്ചാൽ എന്താണ്? എന്ത് സമൂസ എന്താണെന്നോ? അപ്പൊ നിനക്ക് അതിനെ കുറിച്ച് അറിയില്ലേ? ഒരു മിനിറ്റ് ഡോക്ടർ ജഡ്ക, നമ്മുടെ പ്ലാന് വർക്കായി തുടങ്ങി. അവന് സമൂസയെ കുറിച്ച് ഒന്നും ഓർമ്മയില്ല. ഈ ഗുളികയുടെ സ്വാദ് അതിമനോഹരമാണല്ലോ. എന്നാ കുറച്ചുകൂടെ എടുത്ത് കഴിച്ചേക്കാം. ഞാൻ പിന്നെ വിളിക്കാം. മോട്ടു, എന്താ ഇത്? നീ മുഴുവൻ ഗുളികയും കഴിച്ചോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? മോട്ടു, നീ ഇതിലുള്ള എല്ലാ ഗുളികയും കഴിച്ചോ? അല്ല, ഈ ഗുളിക എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെയാ ഉണ്ടാവുക? ഗുളിക എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ കഴിച്ച സാധനമാണ്. നിനക്കെന്താ ഒരുപാട് വിശപ്പുണ്ടായിരുന്നോ മോട്ടു? പറയൂ. വിശപ്പോ? പത്തുലു, ഈ വിശപ്പെന്ന് പറഞ്ഞ ആരെ കുറിച്ചാ പറയുന്നത്? എന്റെ ദൈവമേ, ഒരു പ്രശ്നം തീർക്കാന്ന് വെച്ചാ ദേ അതിന്റെ പുറകിൽ വേറൊന്ന് വന്നിരിക്കുന്നു. പ്രശ്നമോ? പ്രശ്നം എന്ന് വെച്ചാ എന്താ ഉദ്ദേശിക്കുന്നത്? പറ. ഡോക്ടർ ജഡ്ക, മോട്ടു ആ കുപ്പിയിലെ ഗുളിക ഒറ്റയടിക്ക് തിന്ന് തീർത്തു. അവനിപ്പോ സമൂസയുടെ കാര്യം മാത്രമല്ല, ഒന്നിനെ കുറിച്ചും യാതൊരു ഓർമ്മയില്ല. ഞാനിപ്പോ അവനെയും കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം. മോട്ടു വാ, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. മോട്ടു, നീ ഇവിടെ ഇരിക്കേ. ഇരിക്കാനോ? അല്ല, ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മാത്രമല്ല, എങ്ങനെയാ ഇരിക്കുക? മോട്ടു ചായയും സമൂസയും കഴിക്കാനാ ഇങ്ങോട്ട് വന്നത്. ചായയോ സമൂസയോ? പത്തുലു, ഈ ചായയോ സമൂസയൊക്കെ ഏത് നാട്ടുകാരാ? എന്റെ പത്തുലു, ഈ മോട്ടു എന്തായി പറയുന്നത്? സമോസ എന്താണെന്ന് പോലും ഇവൻ അറിയില്ല. ചായക്കടക്കാരൻ ചേട്ടാ, മോട്ടുവിന്റെ മരുന്ന് കഴിച്ചതിന് ശേഷം അവൻ ഇങ്ങനെ തലതിരിഞ്ഞ് പോയത്. അതുകൊണ്ട് മോട്ടുവിന് കുറെ കാര്യങ്ങൾ മറന്നു പോയിരിക്കുകയാണ്. എന്നാ പിന്നെ ഞങ്ങൾ പിന്നീട് വരാം. വാ മോട്ടു. ബോസ്, നമ്മുടെ അടുത്ത പണിക്കുള്ള സമയമായിരിക്കുന്നു. താങ്കളുടെ പൈശാചിക ബുദ്ധിയിൽ അതിഭയങ്കര ഐഡിയ ഉദിക്കുന്നുണ്ടോ? ടക്ക് ടക്ക് എന്നും പറഞ്ഞോണ്ട്. നീ പറഞ്ഞത് വളരെ ശരിയാണ് നമ്പർ 1. മോട്ടുവിന്റെ കാര്യത്തിൽ എന്റെ ബുദ്ധിയുടെ അടുക്കളയിൽ ഒന്നാന്തരം രുചിയുള്ള ഐഡിയകൾ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഒരു കലക്കും. മിസ്റ്റർ മോട്ടു, ഹലോ. ഞാൻ ഡോക്ടർ ഡിക്ഷണറി. എന്റെ ക്ലയന്റിന്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ സുഹൃത്തിന്റെ അസുഖത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ ആൾക്കാരെ വാക്കുകളുടെ അർത്ഥം പഠിപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് എന്റെ ആളുകളെ ഡോക്ടർ ഡിക്ഷണറി എന്ന് വിളിക്കുന്നത്. എനിക്കും ഇപ്പൊ നിങ്ങളെ പോലെ നല്ലൊരു ഡോക്ടറിനെയാണ് ആവശ്യം. വരൂ, വേഗം വരൂ. ഡോക്ടർ ഡിക്ഷണറി, ഇപ്പൊ എന്റെ സുഹൃത്തിന് ഒന്നിനെ കുറിച്ചും യാതൊരു ഓർമ്മയില്ല. ഡോണ്ട് വറി. നിങ്ങളൊന്ന് പുറത്തേക്ക് പോകൂ പ്ലീസ്. ഞാൻ ഇയാളോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ. മിസ്റ്റർ മോട്ടു, നിങ്ങളുടെ പേരെന്താണ്? പേരെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? തുടക്കം തന്നെ കലക്കിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവരോട് എന്താ പറഞ്ഞ് മനസ്സിലാക്ക? എന്തൊക്കെ ചോദ്യാ ചോദിക്കുന്നത്? കളി നമ്മളോടാ. ഏത് കേസും ചോട് പിടിക്കും. വല്ലതും മനസ്സിലായോടെ? അല്ല, അത് പിന്നെ
ഇവനെ കൊണ്ട് ഇപ്പൊ കണ്ടില്ലേ, ഇതിനാണ് പറയുന്നത് നല്ലതെന്ന്. അത് ശരി. അപ്പോഴാരെങ്കിലും എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ അവൻ നല്ലവനാണ്, അതായത് എന്റെ കൂട്ടുകാരൻ. ആ, അത് തന്നെ. പിന്നെ നിന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരെല്ലാം നിന്നെ നശിപ്പിച്ച് കളയ, മനസ്സിലായ? ഇനി ശത്രുവിന്റെ അർത്ഥമാണ് പഠിക്കേണ്ടത്. ശത്രു എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവണമെന്നാ പറയുന്നത്? ശത്രു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം തരുന്നയാളാണ്. ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു ഇതങ്ങ് മനസ്സിലായല്ലോ അല്ലേ? ഇന്ന് നീ ഇത്രയൊക്കെ പഠിച്ചാ മതി. എന്നാ ശരി, നാളെ വീണ്ടും കാണാം. ഓക്കേ. മോട്ടു, ഡോക്ടർ ഡിക്ഷണറി നിനക്ക് എന്തൊക്കെയാ പഠിപ്പിച്ച് തന്നത്? അദ്ദേഹം ഇന്ന് എനിക്ക് ഒരുപാട് ക്ലാസ് എടുത്തിട്ടാണ് പോയത്. ആദ്യം അദ്ദേഹം പറഞ്ഞത് കൂട്ടുകാരെ കുറിച്ചായിരുന്നു. സത്യമാണോ? കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞു തന്നോ? ഞാൻ നിന്റെ ഒരു അടിപൊളി കൂട്ടുകാരനാണ് മോട്ടു, അടിപൊളി കൂട്ടുകാരൻ. ഞാൻ ഒരിക്കലും നിന്റെ കൂട്ടുകാരനല്ല. ആട്ടെ, നീ എന്റെ കൂട്ടുകാരൻ തന്നെയാണോ? എന്റെ മോട്ടു, അത് ഈ ഫുർഫുറി നഗറിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം. മോട്ടു പത്ലു എന്ന് പറഞ്ഞ തിക്ക് ഫ്രണ്ട്സ് ആണെന്ന്. എന്ത്? നീ എന്റെ കൂട്ടുകാരനാണെന്നോ? സത്യമാണോ ഈ പറയുന്നത്, അതോ കള്ളമാണോ? എന്റെ മോട്ടു, ഞാൻ എന്തിനാ നുണ പറയുന്നത്? എല്ലാവരും പറയുന്നതല്ലേ ഞാൻ പറഞ്ഞത്. വേണ്ട മോട്ടു, കൂട്ടുകാരാ, വിട്ടേക്ക്. കൂട്ടുകാരാ. മോട്ടു, വേണ്ട. അങ്ങനെയുള്ള കൂട്ടുകാരനെ ഞാൻ ഒരിക്കലും വിടില്ല. എന്റെ കൂട്ടുകാരാ. ചിങ്കം സാർ, സഹായിക്കൂ, സഹായിക്കൂ. കൂട്ടുകാരനല്ലേ നീ? എന്റെ മോട്ടു, ഞാൻ മാത്രമല്ല, ഈ ഇരിക്കുന്ന എല്ലാവരും നിന്റെ കൂട്ടുകാരാണ്. എന്ത്? ഇവരെല്ലാവരും എന്റെ കൂട്ടുകാരാണെന്നോ? നിങ്ങൾ എല്ലാവരും എന്റെ കൂട്ടുകാരാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയൂ, പറയൂ. എന്റെ അമ്മോ മോട്ടു, the name is ചിങ്കം. ഞാൻ നിന്റെ പഴയ ഉറ്റ സുഹൃത്തല്ലേ? പൊളിച്ചെടുത്തല്ലോ. 20 വർഷങ്ങളായിട്ട് ഞാൻ നിന്റെ ഉറ്റ സുഹൃത്തല്ലേ മോട്ടോ? അപ്പൊ നിങ്ങളെല്ലാവരും എന്റെ കൂട്ടുകാരാണല്ലേ? ഞങ്ങളെല്ലാവരും നിന്റെ ബെസ്റ്റ് കൂട്ടുകാരാണ് മോട്ടോ. എന്തായി കാണിക്കുന്നത്? പത്തിലു, ഈ മോട്ട് സുഹൃത്തെന്ന് കേൾക്കുമ്പോ എന്തിനാ ഇത്രയും വയലന്റ് ആകുന്നത്? ചങ്ക, എനിക്കും അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ ഡോക്ടർ ഡിക്ഷണറി എന്ന് പറഞ്ഞ ഒരാള് മോട്ടുവിനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരുന്നു. അതിനുശേഷമാണ് മോട്ടു ഈ ഉഗ്രതാണ്ഡവം ആടാൻ തുടങ്ങിയത്. ഹലോ മോട്ടു, ഇന്നലെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? സുഹൃത്തെന്ന് പറയുന്നവര് നിന്നെ ആപത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്നവരാണ്. പിന്നെ ശത്രു എന്ന് പറഞ്ഞാൽ അവർ നിന്നെ പൊന്നു പോലെ നോക്കാം. സാറേ, കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തരൂ. പൊളിച്ചെടുത്തല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഡോക്ടറാണ് മോട്ടുവിന് കണ്ണു കണ്ടതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഡോക്ടർ സാറ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മനസ്സിലായി. ആരും കണ്ടില്ല. ഡോക്ടർ ജഡ്ക, ജോൺ ആണ് മോട്ടുവിനെ ഈ പരിവമാക്കിയത്. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ ആന്റിഡോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയെങ്കിലും മോട്ടുവിനെ ഒന്ന് കുടിപ്പിച്ചേ മതിയാകൂ. പത്ലു, എന്റെ പ്രിയ സുഹൃത്തെ, നീ എവിടെയാണ്? പത്ലു, ഞാൻ ശരിയായിന്ന് തോന്നുന്നത്. മോട്ടു, ജോൺ ഡോക്ടർ ഡിക്ഷണറി ആണെന്നും പറഞ്ഞ് ഡോക്ടർ സാറിനോട് വരാൻ പറയൂ. അദ്ദേഹത്തിന് ഇനി ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. സാർ, സാർ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കേ. ഞാൻ നിങ്ങളെ എന്റെ കൂട്ടുകാരനാക്കാൻ പോവുകയാണ്. എനിക്ക് വേണ്ടേ. എടോ, ഇത് എങ്ങോട്ടാ താൻ പോകുന്നത്? ഇങ്ങോട്ട് വാടോ. എന്നാ പിടിച്ചോ എന്റെ സമ്മാനം. ഇത്ര ഉയരത്തിൽ പോയി സമ്മാനം എടുക്കാൻ എനിക്ക് വയ്യ.
അതേ സമ്മാനം വാങ്ങിച്ചിട്ട് പോണം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നീ ഒരുപാടൊന്നും ചിന്തിക്കാൻ പോകണ്ട. നിനക്ക് ഇപ്പോഴും തലയ്ക്ക് അസുഖം തന്നെയാ. ഡോക്ടർ സാറേ, ഇപ്പൊ പ്രശ്നങ്ങൾ മുഴുവനും നിങ്ങൾക്കാണ് സംഭവിക്കാൻ പോകുന്നത്. ചിങ്കം സാറേ എന്നെ പിടിച്ച് വേഗം ജയിലിട്. എനിക്ക് എല്ലാം മനസ്സിലായി. നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് എന്റെ ഡിസ്റ്ററി കീറാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? നല്ല പണിയാ എല്ലാവരും കൂടി എനിക്കിട്ട് തന്നത്. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ചിങ്കം സാറേ, ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാ ഇത് എനിക്കിട്ട് ആപ്പ് വെക്കുന്നത്. Watch India's largest kids library only on Jio Hotstar. Download the app now.